ഫൈനലി യമഹയുടെ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ലോഞ്ച് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഒരുപാട് നാളിന് ശേഷമാണ് യമഹ ഒരു പുതിയ ബൈക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. നമ്മൾ പലതവണയായിട്ട് അപ്കമിങ് ബൈക്സിൻ്റെ സീരീസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യമഹയുടെ YZF R2 ആണ് ഇനി വരാൻ പോകുന്ന മോട്ടോർ സൈക്കിൾ. വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോസിൽ നമുക്ക് വണ്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്, അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഇപ്പം നമ്മുടെ മാർക്കറ്റിലാണെങ്കിൽ ഇപ്പോൾ യമഹയുടെ 150cc R15 ആണ് ഒരു സ്പോർട്സ് സെഗ്മെൻറ്റിൽ വരുന്ന മോഡൽ. ആ വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഭയങ്കര വലുത് തന്നെയാണ്. ഒരു 150cc ബൈക്ക് ആണെങ്കിൽ കൂടി ഒരു 200cc ബൈക്കുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് വണ്ടിയുടെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ബിഗിനർക്ക് വാങ്ങാൻ പറ്റിയ ഒരു സ്പോർട്സ് ബൈക്കാണ് യമഹയുടെ R15 വേർഷൻ 4 എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കറണ്ട് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ V4-നൊക്കെ ഇപ്പോൾ സെയിൽസ് താരതമ്യേന കുറവാണ്. അതിനുള്ള റീസൺ ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർ വരെ ഇപ്പോൾ അപ്ഡേറ്റ് ആയി തുടങ്ങി. ഇപ്പോൾ പല ബിഗിനേഴ്സും ഇപ്പോൾ 200cc മുകളിലുള്ള ബൈക്കുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല പേരും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ V5 ഒക്കെ വരുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ യമഹ കൊണ്ടുവരാൻ പോകുന്നത് V5 അല്ല, ഒരു 200cc പുതിയ സെഗ്മെൻറ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓൾറെഡി ഇതിൻ്റെ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് നെയിമൊക്കെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. YZF R2 എന്ന ലേബലിലായിരിക്കും വണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് യമഹയുടെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ R15 വേർഷൻ 4-ൻ്റെയും R3-യുടെയും ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. നേരെ ഒരു സ്കൂട്ടറിന് അപ്ഡേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് V4 എടുക്കാം. അതൊരു പക്ക ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. കുറച്ചുകൂടി ഇനീഷ്യൽ റെസ്പോൺസൊക്കെ വേണ്ടിക്ക് നമുക്ക് R2-ലേക്ക് അപ്ഡേറ്റ് ചെയ്ത് പോവാം. ഇതാണ് മെയിനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ R3 ആണെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതാണെങ്കിൽ കുറച്ച് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊരു ടിൻ സിലിണ്ടർ വരുന്ന ഒരു മോട്ടോർ സൈക്കിളും കൂടിയാണ്. ഡിസൈനൊക്കെ വരാൻ പോകുന്നത് യമഹയുടെ R15-ൻ്റെ സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും. നമ്മുടെ V4-ൻ്റെ ഏകദേശം ഒരു അപ്ഡേറ്റഡ് വേരിയൻ്റ് പോലെ തന്നെ ആയിരിക്കും ഡിസൈനൊക്കെ വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ V4-ൽ കൊടുത്ത പല കാര്യങ്ങളും R2-ലേക്കും അവർ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരും. ഡുവൽ ചാനൽ ABS ആയിരിക്കും, സ്ലിപ്പർ ക്ലച്ച്, ട്രാക്ഷൻ കൺട്രോൾ, ഫ്രണ്ടിലെ UST ഫോർക്ക്, ബാക്കിൽ മോണോ ഷോക്കൊക്കെ ഉണ്ടായിരിക്കും. ഒരു ഡെൽറ്റ ബോക്സ് ആയിട്ടുള്ള ഫ്രെയിമാണ്. സ്പോർട്ടി ആയിട്ടുള്ള റൈഡിങ് പോസ്റ്റർ തന്നെയാണ് വണ്ടിക്ക്. V4-ൽ കണ്ട പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 200cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനായിരിക്കും. 24 bhp ആണ് വണ്ടിയുടെ പവർ. 18.5 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരിക്കും. V4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ പവറിൽ നല്ല വ്യത്യാസം വരും. നല്ലൊരു മിഡ് റേഞ്ചും നല്ലൊരു ടോപ്പ് എൻഡ് വണ്ടിയിൽ ഇമ്പ്രൂവ് ആവും. V4 നമുക്കറിയാം ടോപ്പ് എൻഡ് ഒരു 150 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈം എടുത്തിട്ടാണ് ആ ഒരു ടോപ്പ് എൻഡിലേക്ക് വണ്ടി എത്തുന്നത്. അപ്പം R2-ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സ്പീഡായിട്ട് ടോപ്പ് എൻഡൊക്കെ കയറാൻ പറ്റും. ഈ ഒരു മോട്ടോർ സൈക്കിളിൽ നമ്മൾ V4-ൽ കണ്ട പോലെ തന്നെ VVI ടെക്നോളജി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു പോസിറ്റീവ് വണ്ടിയുടെ മൈലേജ് ആണ്. ഇപ്പോൾ V4-നൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. ഇത്രയും ടോപ്പ് എൻഡൊക്കെ അടിക്കുന്ന ബൈക്ക് ആണെങ്കിൽ കൂടി നല്ല ഡീസൻറ്റ് മൈലേജാണ് വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. R2-ലേക്ക് വരുമ്പോൾ V4-ൻ്റെ അത്ര മൈലേജ് കിട്ടില്ലെങ്കിലും എന്തായാലും ഒരു 40 to 45 റേഞ്ചിൽ വണ്ടിയിൽ മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു 200cc നല്ലൊരു മൈലേജുള്ള ഒരു ബൈക്കായിട്ട് R2 മാറിയേക്കാം. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനുമാണ് അവർ കൊടുക്കാൻ പോകുന്നത്. വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് വരാൻ സാധ്യതയുള്ളത് ഒരു 2 lakh അല്ലെങ്കിൽ 2.2 lakh ആണ് എക്സ്ഷോറൂം പ്രൈസ്. മെയിനായിട്ട് കോമ്പറ്റീഷൻ KTM-ൻ്റെ RC200 ആണ്. ഈ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് പറയാം. ഒഫീഷ്യലായിട്ട് യമഹ പുറത്ത് വിട്ടില്ലെങ്കിലും പല മീഡിയാസിലേക്കും ഇൻവിറ്റേഷനൊക്കെ പോയിട്ടുണ്ട്. August 27-നാണ് വണ്ടിയുടെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് ഒക്കെ ഇപ്പം പുറത്ത് വിട്ടേക്കുന്നത്. ഇന്ത്യയിൽ മാത്രമായിരിക്കില്ല, പുറത്തുള്ള പല രാജ്യങ്ങളിലേക്ക് വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാവും.